കേരള റംബൂട്ടാൻ ആൻഡ് മാംഗോസ്റ്റിൻ ഫാർമേഴ്സ് അസോസിയേഷൻ 5ാം വാർഷിക സമ്മേളനം 28 ഞായറാഴ്ച അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷനിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫ്രൂട്ട്സ് ഉൽപ്പാദകരായ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ നടത്തുന്ന ക്ലാസ് വിദഗ്ധർ നയിക്കും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള രജിസ്റ്റേർഡ് മെമ്പേഴ്സായ എക്സോട്ടിക്സ് ഫ്രൂട്ട്സ് ഫാർമേഴ്സ് പങ്കെടുക്കും. പഴങ്ങൾ കേടാകാതെ സൂക്ഷിക്കുക, മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള കയറ്റി അയക്കൽ ഉള്ള ഗതാഗത പ്രശ്നങ്ങൾ, പഴങ്ങൾ പുതിയ വിപണന മേഖലകളിൽ പരിചയപ്പെടുത്തുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് പരിഹാര മാർഗങ്ങൾ നടത്തുകയാണ് ലക്ഷ്യം. ഭാരവാഹികളായ അഡ്വക്കേറ്റ് ബാബു ജോസഫ്, അഡ്വക്കേറ്റ് സി വി ഷാജു ചുരക്കൽ, മനീഷ് കോട്ടോളി, ജിന്നറ്റ് മാത്യു, ലിൻഡോ വർഗീസ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ഈ ഇന്ത്യയിൽ റംബൂട്ടാൻ കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ 100 ഏക്കർ ഉണ്ടെങ്കിൽ അതിൽ 70 ഏക്കറും കേരളത്തിൽ തന്നെയാണ്. 100 ഏക്കർ സ്ഥലം മൊത്തത്തിൽ റംബൂട്ടാൻ കൃഷി ചെയ്യാൻ പറ്റിയ ഇന്ത്യയിൽ മണ്ണുണ്ടെങ്കിൽ അതിൽ 70 ഏക്കർ സ്ഥലം കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കും കേരളത്തിൽ സ്ഥിതി. കേരളത്തിലെ ഏറ്റവും വലിയ കാര്യം നമ്മൾ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയാണ്. പിന്നെ അടുത്തൊരു ഘടകം ഞാൻ പറയാൻ പോകുന്നത്, ഈ റംബൂട്ടാൻ ഇവിടെ നമ്മുടെ ഫ്രൂട്ട് ഇവിടെ ഭാഗമായി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ ചക്കയും മാങ്ങയും അപ്പോഴൊരു സമയമാണ്. ഇവിടെ മാങ്ങ 50 രൂപയ്ക്ക് കിട്ടുമ്പോൾ ചക്ക 30 രൂപയ്ക്ക് കിട്ടുന്ന സമയത്ത് റംബൂട്ടാൻ ചിലപ്പോൾ 150 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ മേടിക്കാൻ ഇനി വരുന്ന വർഷങ്ങളിൽ ബുദ്ധിമുട്ടായിട്ട് വരും. ഇതുവരെ ഓക്കെ ആയിരുന്നു, കാരണം ഇതൊരു ഫ്രഷ് ഫ്രൂട്ടായിരുന്നു, ഒരു ന്യൂ ഇൻട്രോഡക്ഷൻ ആയിരുന്നു, ആളുകളെ സംബന്ധിച്ച് നല്ലൊരു ഫ്രൂട്ടായിരുന്നു. പക്ഷേ ഇത് മാസീവായിട്ട് കൂടുതൽ പ്രൊഡക്ഷൻ ആവുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത് അതാണ് ഈ ഔട്ട് ഷെയ്ഡ് എന്ന് പറയുന്നത്. ഔട്ട് ഷെയ്ഡിന്റെ കാര്യം പറഞ്ഞ സമയത്ത് 140 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിൽ അതിലൊരു 10% നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഫ്രൂട്ട് കഴിക്കുന്നവരായി കഴിഞ്ഞാൽ കേരളം മൊത്തം റംബൂട്ടാൻ കൃഷി വ്യാപിച്ചാൽ നമുക്ക് ഇതിന് മാന്യമായിട്ടുള്ള കാര്യം.